Dear students, Fundamentals of Thermodynamics in the ആറാം വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻട്രോപ്പി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. നിങ്ങളുടെ കരിക്കുലത്തിൽ ഇത് വളരെ ബ്രീഫായിട്ട് മാത്രമേ പഠിക്കാനുള്ളൂ എന്നതുകൊണ്ട് തന്നെ എൻട്രോപ്പിയുടെ വളരെ ഫൈൻ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എൻട്രോപ്പി വളരെയധികം പ്രധാനപ്പെട്ട തെർമോഡൈനാമിക്സിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എന്നതാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്കൊരു പി വി ഡയഗ്രത്തിൽ രണ്ട് റിവേഴ്സിബിൾ പ്രോസസ്സുകൾ കാണിച്ചിട്ടുണ്ട്, R1 ആൻഡ് R2. ഇവിടെ ഒരു സിസ്റ്റം സ്റ്റേറ്റ് 1-ൽ നിന്നും സ്റ്റേറ്റ് 2-ലേക്ക് മാറുന്ന ആദ്യത്തെ റിവേഴ്സിബിൾ പാത്താണ് R1 എന്ന് പറയുന്നത്. അത് നമുക്ക് ഏത് ആർബിട്രറി ആയിട്ടുള്ള ഏത് പാത്തും നമുക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് സിസ്റ്റം 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലിരുന്ന ആ സിസ്റ്റം R1 എന്ന് പറയുന്ന ഒരു റിവേഴ്സിബിൾ പാത്തിലൂടെ ചേഞ്ച് ചെയ്ത് 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തുകയും R2 എന്ന് പറയുന്ന മറ്റൊരു റിവേഴ്സിബിൾ പാത്തിലൂടെ അത് തിരിച്ച് ഒന്നാമത്തെ സ്റ്റേറ്റിലേക്ക് തന്നെ എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ ദ ക്ലോസ്ഡ് പാത്ത് നമുക്ക് എഴുതാം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡെൽറ്റ ക്യൂ ബൈ ടി ഈസ് ഈക്വൽ ടു 0. ഈ എങ്ങനെയാണ് ഇത് വരുന്നത്? ഇതിനെ ക്ലോഷ്യസ് റിലേഷൻ എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഇതിൻ്റെ ഡെറിവേഷൻ പാർട്ടിലേക്ക് നമ്മൾ തൽക്കാലം പോകുന്നില്ല. ഇതിൻ്റെ അർത്ഥം സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്നും തുടങ്ങി റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പാതയിലൂടെ മറ്റൊരു സ്റ്റേറ്റിലെത്തി അവിടെ നിന്ന് മറ്റൊരു റിവേഴ്സിബിൾ പാതയിലൂടെ ആ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ അത് എവിടെയെങ്കിലും ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യപ്പെടും. കാരണം അബ്സോർബ് ചെയ്ത ഹീറ്റ് റിജക്റ്റ് ചെയ്യപ്പെട്ട ഹീറ്റ് തിരിച്ച് അബ്സോർബ് ചെയ്യുകയോ ചെയ്യാതെ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളതും ആ പഴയ അതേ ടെമ്പറേച്ചർ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചെത്തേണ്ടതുണ്ട് എന്നുള്ളതും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വന്ന് നമുക്ക് പറയാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റഗ്രൽ ഡെൽറ്റ ക്യൂ ബൈ ടി എന്ന് പറയുന്ന ഇൻ്റഗ്രൽ ഒരു 0 സമ്മേഷൻ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഇതിനെ നമുക്ക് രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. R1-ലൂടെയുള്ള ഇൻ്റഗ്രൽ 1 to 2 ഡെൽറ്റ ക്യൂ ബൈ ടിയും R2 എന്ന് പറയുന്ന പാതയിലൂടെയുള്ള ഇൻ്റഗ്രൽ 2 to 1 ഡെൽറ്റ ക്യൂ ബൈ ടിയും. അപ്പോൾ ഇതിനെ രണ്ട് സമ്മായിട്ട് എഴുതി കഴിഞ്ഞാൽ ദിസ് ടേം ക്യാൻ ബി ടേക്കൻ ഇൻ ടു ദ റൈറ്റ് സൈഡ്. സോ ഇൻ്റഗ്രൽ ഓവർ R1 1 to 2 ഡെൽറ്റ ക്യൂ ബൈ ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ R2 2 to 1 ഡെൽറ്റ ക്യൂ ബൈ ടി. ഇവിടെ ഈ മൈനസ് എന്ന് പറയുന്ന വാല്യൂവിനെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് വഴി നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റാം. അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ R1 1 to 2 ഡെൽറ്റ ക്യൂ ബൈ ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ R2 1 to 2 ഡെൽറ്റ ക്യൂ ബൈ ടി. നമ്മൾ പറഞ്ഞു നമ്മൾ എടുക്കുന്ന പാത ഏതുമാകാം, 1-നെയും 2-നെയും കണക്ട് ചെയ്യുന്ന ഏത് രണ്ട് റിവേഴ്സ് പാത്തുകൾക്കും ഇത് ബാധകമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കും, സ്റ്റേറ്റ് 1-ൽ നിന്നും സ്റ്റേറ്റ് 2-ലൂടെ ഏത് റിവേഴ്സിബിൾ പാത്തിലൂടെ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാലും ഡെൽറ്റ ക്യൂ ബൈ ടി എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് കാണാൻ പറ്റും. ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ എൻട്രോപ്പി ചേഞ്ച് എന്നാണ് വിളിക്കുന്നത്. 1-നും 2-നും ഇടയ്ക്കുള്ള ഈ പ്രോസസ്സിൽ ചേഞ്ച് ചെയ്യുന്ന ആ ക്വാണ്ടിറ്റിയാണ് ഇൻ്റഗ്രൽ 1 to 2 ഡെൽറ്റ ക്യൂ ബൈ ടി. അത് ഏത് റിവേഴ്സിബിൾ പാത്തിനും ബാധകമാവുകയും ഈ ക്വാണ്ടിറ്റി അതേ വാല്യൂ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഇവിടെ S2 മൈനസ് S1 എന്നോട് സൂചിപ്പിക്കുന്നത്. ഇവിടെ S എന്ന് പറയുന്ന സിമ്പൽ എൻട്രോപ്പി എന്ന ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് റിവേഴ്സിബിൾ പ്രോസസ്സിനും ഇൻ്റഗ്രൽ ഡെൽറ്റ ക്യൂ ബൈ ടി രണ്ട് സ്റ്റേറ്റുകൾക്കിടയ്ക്ക് ഈ ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇതേ വാല്യൂ തന്നെ ആയിരിക്കും ഏത് റിവേഴ്സിബിൾ പാത്തിനിടയ്ക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഈ 1-ഉം 2-ഉം സ്റ്റേറ്റുകളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ സ്റ്റേറ്റ് ഏത് പാത്തിലൂടെയാണ് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ആ സിസ്റ്റം മാറിയത് എന്നതിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓൺലി ദ സ്റ്റേറ്റ് ആൻഡ് നോട്ട് ഓൺ ദ പാത്ത് ത്രൂ വിച്ച് ദ ചേഞ്ച് ഹാപ്പൻസ്. അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് എൻട്രോപ്പി അല്ല നമ്മൾ 1 to 2 ഡെൽറ്റ ക്യൂ ബൈ ടി എന്ന് വിളിക്കുന്നത്, മറിച്ച് ചേഞ്ച് ഇൻ എൻട്രോപ്പിയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 2 ദ ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡഡ് ബൈ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഹീറ്റ് അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ്. ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ആ ഏത് രണ്ട് സ്റ്റേറ്റുകൾക്കിടയിലാണോ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ആ രണ്ട് സ്റ്റേറ്റുകൾക്കിടയിലുള്ള എൻട്രോപ്പി ചേഞ്ച് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻട്രോപ്പി അല്ല. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ചേഞ്ച്. ഈ ഹീറ്റിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻട്രോപ്പിയുടെ യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ ആണ്. ഇതിന് നമുക്ക് കാർനൗട്ട് സൈക്കിളുകളുടെ ടേംസിൽ മനസ്സിലാക്കാം. സപ്പോസ് A1 A2 എന്നിങ്ങനെ രണ്ട് അഡിയബാറ്റിക്സ് ഉണ്ടെന്ന് കരുതുക. ആ അഡിയബാറ്റിക്സിനെ കണക്ട് ചെയ്തുകൊണ്ട് കുറേ ഐസോതെർമൽ കർവുകൾ, അഡിയബാറ്റിക്സിനാണ് ഈ പിങ്ക് കളർ കാണിച്ചിരിക്കുന്നത്, ആ ഗ്രീൻ കളറുള്ള ഐസോതെർമൽ കർവുകൾ കൂടി നമുക്ക് പരിഗണിക്കാം. സോ AB എന്ന് പറയുന്ന T1 ടെമ്പറേച്ചറുള്ള ഐസോതെർമലാണിത്. അതുപോലെ T2 T3 അങ്ങനെ പല ടെമ്പറേച്ചറിലുള്ള ഐസോതെർമലുകൾ കാണിച്ചിട്ടുണ്ട്. ഈ അഡിയബാറ്റിക്കുകളെയും ഐസോതെർമലുകളെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാർനോട്ട് സൈക്കിളുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും അല്ലേ. ABCDA എന്ന് പറയുന്ന ഒരു കാർനോട്ട് സൈക്കിളാണ്. അതുപോലെ DCEF
ഡി എന്ന് പറയുന്നത് മറ്റൊരു കാർനോട്ട് സൈക്കിളാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാർനോട്ട് സൈക്കിൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സപ്പോസ് ഈ T1 ഉം T2 ഉം എന്നിങ്ങനെ രണ്ട് ഐസോതെർമലുകൾ A1 A2നെയും എൻക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാർനോട്ട് സൈക്കിൾ കിട്ടുന്നു. അവിടെ T1 ഡിഗ്രി സെൽഷ്യസിൽ Q1 എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും T2 ഡിഗ്രി സെൽഷ്യസിൽ Q2 എന്ന് പറയുന്ന ഹീറ്റ് റിജക്ട് ചെയ്യുകയും ചെയ്യുന്നു കരുതുക. അതായത് ABCDA എന്ന് പറയുന്ന ഈ കാർനോട്ട് സൈക്കിളിൽ Q1 T1ൽ അബ്സോർബ് ചെയ്യപ്പെടുന്നു, Q2 ഹീറ്റ് T2ൽ റിജക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ കാർനോട്ട്സ് തിയറം അനുസരിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും Q1/T1 ഈസ് ഈക്വൽ ടു Q2/T2 എന്ന്. അതുപോലെ ഈ കാർനോട്ട് സൈക്കിളാണ് നിങ്ങൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പറയാൻ കഴിയും Q2/T2 ഈസ് ഈക്വൽ ടു Q3/T3. ശ്രദ്ധിക്കുക, ഈ പ്രോസസ്സിൽ, ഈ ഐസോതെർമൽ പ്രോസസ്സിൽ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഹീറ്റാണ് നേരത്തെ ഐസോതെർമൽ ഈ കാർനോട്ട് സൈക്കിളിൽ നിന്നും റിജക്ട് ചെയ്യപ്പെടുന്ന ഹീറ്റ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പ്രോസസ്സുകൾ വേണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അസ്യൂം ചെയ്യാം. അവിടെയെല്ലാം Q1/T1 ഈസ് ഈക്വൽ ടു Q2/T2 ഈസ് ഈക്വൽ ടു Q3/T3 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നൊരു റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അത് അഡിയാബാറ്റിക് പ്രോസസ്സും ഐസോതെർമൽ പ്രോസസ്സും ചേർന്നുള്ള കാർനോട്ട് സൈക്കിളുകളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഏത് ഐസോതെർമൽ പ്രോസസ്സുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ ഒരു സൈക്കിളിനുള്ളിൽ, ആ കാർനോട്ട് സൈക്കിളിനുള്ളിൽ ഈ Q/T എന്ന് പറയുന്ന ടേം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയാം. ആ Q/T എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ നമ്മൾ എൻട്രോപ്പി ചേഞ്ച് ആയിട്ട് ഡിഫൈൻ ചെയ്യും. നമ്മൾ നേരത്തെ അങ്ങനെയാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എൻട്രോപ്പി, ഇറ്റ് ഈസ് അബൌട്ട് എൻട്രോപ്പി ചേഞ്ച്. അപ്പോൾ ഇതൊരു ചെറിയ ഇൻഫിനിറ്റസിമലി സ്മോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി ക്യാൻ ബി റിട്ടൺ ആസ് ds ഈസ് ഈക്വൽ ടു ഡെൽറ്റ Q/T. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിഫറൻഷ്യലിൽ നിന്നും നമുക്ക് for any two states 1 and 2 you can write integral S1 to S2 ds is equal to integral A1 to A2. നമുക്കിവിടെ രണ്ട് അഡിയാബാറ്റിക്കുകൾക്കിടയിലാണ് ഈ അബ്സോർപ്ഷൻ റിജക്ഷൻ നടക്കുന്നുള്ളതുകൊണ്ടും അഡിയാബാറ്റിക് പ്രോസസ്സുകൾക്ക് ഹീറ്റ് അബ്സോർപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഡെൽറ്റ Q അവിടെ 0 ആയിരിക്കും. അപ്പോൾ ഡ്യൂറിങ് ആൻ അഡിയാബാറ്റിക് പ്രോസസ് there will not be any change in entropy. എപ്പോഴും ഈ കാർനോട്ട് സൈക്കിളുകൾ ഐസോതെർമൽ പ്രോസസ്സിലാണ് എൻട്രോപ്പി ചേഞ്ച് നടക്കുന്നത്. ഇനി നമുക്ക് എൻട്രോപ്പി പല ടൈപ്പ് പ്രോസസ്സുകളിൽ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ എ റിവേഴ്സിബിൾ സൈക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഇങ്ങനെ ടാക്കിൾ ചെയ്യാം. നമുക്കിവിടെ ഒരു രണ്ട് ഐസോതെർമലുകളും രണ്ട് അഡിയാബാറ്റിക്കുകളും ചേർന്ന ഒരു കാർനോട്ട് സൈക്കിൾ കാണിച്ചിട്ടുണ്ട്. T1 ഡിഗ്രി സെൽഷ്യസിൽ ഡിഗ്രിയിലുള്ള AB എന്ന് പറയുന്ന ഐസോതെർമലും T2 ഡിഗ്രിയിലുള്ള DC എന്ന് പറയുന്ന ഐസോതെർമലും ഇവിടെ ഉണ്ട്. ഈ DAയും BCയും രണ്ട് അഡിയാബാറ്റിക് പ്രോസസ്സുകളാണ്. അഡിയാബാറ്റിക് പ്രോസസ്സുകളിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല എന്നതുകൊണ്ട് തന്നെ എൻട്രോപ്പി ചേഞ്ച് അവിടെ 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അഡിയാബാറ്റിക് പ്രോസസ്സുകൾ നമ്മൾ ഐസെൻട്രോപിക് പ്രോസസ്സുകൾ എന്ന് വിളിക്കാറുണ്ട്. ബിക്കോസ് ദ എൻട്രോപ്പി റിമെയിൻസ് ദ സെയിം ഡ്യൂറിങ് എൻ അഡിയാബാറ്റിക് പ്രോസസ്. അപ്പോൾ ഇവിടെ രണ്ട് പ്രോസസ്സുകളെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അവിടെ മാത്രമേ ഹീറ്റ് എക്സ്ചേഞ്ച് ഉള്ളൂ. ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എൻട്രോപ്പി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇവിടെ നോക്കൂ, AB എന്ന് പറയുന്ന അഡിയാബാറ്റിക് പ്രോസസ്സിലെ എൻട്രോപ്പി ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ദ ഹീറ്റ് അബ്സോർബ്ഡ് Q1 ഡിവൈഡഡ് ബൈ ദ ടെമ്പറേച്ചർ Q1/T1. സിമിലർലി ലോസ് ഓഫ് എൻട്രോപ്പി ഡ്യൂറിങ് CD. ഇവിടെ ഹീറ്റ് അബ്സോർപ്ഷൻ ആയതുകൊണ്ട് ഗെയിൻ ഇൻ എൻട്രോപ്പിയാണ്. ഹീറ്റ് റിജക്ട് ചെയ്യപ്പെടുന്ന സമയത്ത് Q2 നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടെ ലോസ് ഓഫ് എൻട്രോപ്പി ഡ്യൂറിങ് CD പ്രോസസ് വിൽ ബി Q2/T2. ഈ രണ്ട് പ്രോസസ്സുകളും ഐസെൻട്രോപിക് പ്രോസസ്സുകളാണ്. അതായത് ഈ രണ്ട് പ്രോസസ്സുകളും നടക്കുമ്പോൾ ഇവിടെ എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സുകളുടെയും എൻട്രോപ്പി ചേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് കഴിഞ്ഞാൽ നെറ്റ് ചേഞ്ച് ഇൻ എൻട്രോപ്പി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Q1/T1 എന്ന് പറയുന്ന ഗെയിനിൽ നിന്നും Q2/T2 എന്ന് പറയുന്ന ലോസ് മൈനസ് ചെയ്യുക. പക്ഷേ ഇതൊരു കാർനോട്ട് സൈക്കിളാണ്. ഇതൊരു റിവേഴ്സിബിൾ കാർനോട്ട് സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഫോർ എ റിവേഴ്സിബിൾ കാർനോട്ട് സൈക്കിൾ Q1/Q2 വിൽ ബി ഈക്വൽ ടു T1/T2. അത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ അത് കണ്ടെത്തിയതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗെയിനും ലോസും ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദ നെറ്റ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡ്യൂറിങ് എ റിവേഴ്സിബിൾ സൈക്കിൾ വിൽ ബി 0. നൗ വാട്ട് അബൌട്ട് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ എ റിവേഴ്സിബിൾ കേസ്? ഇറിവേഴ്സിബിൾ കേസിലേക്ക് വരുമ്പോൾ നമുക്കൊരു റിയൽ ഹീറ്റ് എഞ്ചിൻ പരിഗണിക്കാം. അതായത് ഇറിവേഴ്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിൻ. അതിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്ക് ജനറലായിട്ട് ഈറ്റ ഈസ് ഈക്വൽ ടു Q1 - Q2/Q1 അല്ലെങ്കിൽ 1 - Q2/Q1 എന്ന് എഴുതാം. അപ്പോൾ ഇതൊരു റിയൽ ഹീറ്റ് എഞ്ചിൻ്റെ കേസാണ്. ഇനി ഒരു ഐഡിയൽ കാർനോട്ട്സ് എഞ്ചിൻ എങ്ങനെ ഉണ്ടെന്ന് കരുതുക. ഐഡിയൽ കാർനോട്ട്സ് എഞ്ചിൻ ഒരു റിവേഴ്സിബിൾ എഞ്ചിനാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഐഡിയൽ എഫിഷ്യൻസി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈറ്റ ഈസ് ഈക്വൽ ടു 1 - T2/T1. ശ്രദ്ധിക്കുക, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിലെ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ്റെ ജനറൽ ഇക്വേഷൻ. അത് ഐഡിയൽ ഹീറ്റ് കാർനോട്ട്സ് എഞ്ചിന് മാത്രമാണ് 1 - Q2/Q1 ഈക്വൽ ടു 1 - T2/T1 ആകുന്നത്. മറിച്ച് അത് ഐഡിയൽ അല്ല എന്നുണ്ടെങ്കിൽ there will be many heat losses. അപ്പോൾ ഈ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എപ്പോഴും പ്രാക്ടിക്കൽ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിയേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ യു ക്യാൻ റൈറ്റ് 1 - Q2/Q1 ഈസ് ആക്ച്വലി ലെസ് ദാൻ 1 - T2/T1. അപ്പോൾ ഇതിൽ നിന്നും ഈ ക്വാണ്ടിറ്റിയേക്കാളും വലുതാണ് നമുക്ക് കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് Q2/T2 ഈസ് ഗ്രേറ്റർ ദാൻ Q1/T1. Q2/T2 എന്താണ്? സെക്കൻഡ് പ്രോസസ്സിലുള്ള
സെക്കൻഡ് സൈക്കിൾ വരുന്ന ഹീറ്റ് ലോസ് ഡിവൈഡഡ് ബൈ ദ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാം, രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ഹീറ്റ് എൻട്രോപ്പി ഗെയിൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഘട്ടത്തിലുള്ള എൻട്രോപ്പി ഗെയിനേക്കാളും കൂടുതലാണ് എന്ന് പറയാം. ഓർ ഇൻ അതർ വേർഡ്സ് ദർ ഈസ് എ നെറ്റ് ഗെയിൻ ഇൻ എൻട്രോപ്പി. അപ്പോൾ രണ്ട് എൻട്രോപ്പി ചേഞ്ചസ് ഇറിവേഴ്സിബിൾ സൈക്കിളിലും റിവേഴ്സിബിൾ സൈക്കിളിലും എങ്ങനെ കമ്പയർ ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിവേഴ്സിബിൾ സൈക്കിളിൽ എപ്പോഴും എൻട്രോപ്പി ചേഞ്ച് 0 ആയിരിക്കും. ഇറിവേഴ്സിബിൾ സൈക്കിളിൽ എൻട്രോപ്പി ചേഞ്ച് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിലേക്ക് എത്തണം. നമുക്കറിയാം, ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് നടക്കുമ്പോൾ എപ്പോഴും എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ റിവേഴ്സിബിൾ പ്രോസസ്സിൽ എൻട്രോപ്പി മാറാതെ നിൽക്കുന്നു. നമ്മൾ നേച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതെല്ലാം ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. നമ്മൾ റിവേഴ്സിബിലിറ്റിയും ഇറിവേഴ്സിബിലിറ്റിയും ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, റിവേഴ്സിബിൾ പ്രോസസ്സ് പ്രാക്ടിക്കലി നമുക്ക് സാധിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നേച്ചറിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന എല്ലാ പ്രോസസ്സുകളും ഇറിവേഴ്സിബിൾ പ്രോസസ്സുകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നേച്ചറിലെ എൻട്രോപ്പിയെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നേച്ചറിൽ നടക്കുന്ന എല്ലാ സ്പോണ്ടേനിയസ് പ്രോസസ്സുകളും ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അവിടെയെല്ലാം എൻട്രോപ്പി ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനാണ് നമ്മൾ എൻട്രോപ്പി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇനി എൻട്രോപ്പിക്ക് ഒരു തരത്തിലുള്ള ഡിസോർഡറുമായിട്ട് ബന്ധമുണ്ട്. ഇനി ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ കാണുന്ന നോക്കൂ, നിങ്ങൾ ഒരേ ഒരു സിലിണ്ടറിനുള്ളിൽ ഒരു ഗ്യാസ് എൻക്ലോസ് ചെയ്യുന്നു. ഈ നീല കുത്തുകൾ കാണിക്കുന്നത് ആ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് ആണെന്ന് കരുതുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിഷ്യലി ആ ഗ്യാസ് എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾക്ക് ഗ്യാസിൻ്റെ മോളിക്യൂൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു കരുതുക. ഇതാണോ ആ ഗ്യാസ് മോളിക്യൂളിൻ്റെ സ്വാഭാവികമായ കോൺഫിഗറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുടച്ച് പറയാൻ കഴിയും. ഗ്യാസ് മോളിക്യൂൾസ് ഇത്രയും വലിയ കണ്ടെയ്നറിൻ്റെ ഒരു മൂലയിലേക്കായിട്ട് ഒരിക്കലും കൂടി നിൽക്കില്ല, മറിച്ച് അത് പല സ്ഥലങ്ങളിലേക്ക് ചിതറി നിൽക്കാനാണ് ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇനിഷ്യലി ഇത് സാധിച്ചേക്കാം. നിങ്ങളൊരു ഒരു കണ്ടെയ്നറിൻ്റെ മൂലയിലേക്ക് മാത്രം അല്പം ഗ്യാസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗ്യാസ് റിലീസ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ ഇങ്ങനെ ആയിരിക്കാം അതിൻ്റെ മോളിക്യൂൾസ്. പക്ഷേ കുറേ കഴിയുമ്പോൾ ആ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയും, അല്ലേ? അതായത് ഈ കണ്ടെയ്നറിലെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ 2 സമയങ്ങളിലുള്ള കോൺഫിഗറേഷനാണ് ഇത്. എന്നാൽ ഇതിൽ ഏതാണ് ആദ്യത്തെ കോൺഫിഗറേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ണുടച്ച് പറയാൻ കഴിയും, ഇതായിരിക്കും അതിൽ ആദ്യത്തെ കോൺഫിഗറേഷൻ. പിന്നീട് ആ സിസ്റ്റം പതിയെ ഈ കോൺഫിഗറേഷനിലേക്ക് ഇവോൾവ് ചെയ്യുകയാണ് ചെയ്യുക. ഒരിക്കലും ആ കണ്ടെയ്നറിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം കൂടി ഒരു മൂലയിലേക്ക് ഒതുങ്ങുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു കോൺഫിഗറേഷൻ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറയാം, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, നമ്മൾ തൊട്ട് മുമ്പ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി പറഞ്ഞു. എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് എപ്പോഴും നാച്ചുറൽ പ്രോസസ്സുകൾ നടക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നാച്ചുറൽ പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്താണ് പറയാൻ കഴിയുക? എൻട്രോപ്പി കൂടുതൽ ഡിസോർഡറിനെയാണ് ഫേവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ഡിസോർഡർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുപോലെ നിങ്ങൾ കുറേ കട്ടകൾ വാരി ഒരു സ്ഥലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് വീഴുന്നതാണോ സ്വാഭാവികം? ഒബ്വിയസ്ലി ഡിസോർഡർ ഈസ് മോർ പ്രോബബിൾ ദാൻ ഡിസോർഡർ. എൻട്രോപ്പി നമ്മൾ പൊതുവെ ഒരു ഡിസോർഡറിൻ്റെ മെഷറായിട്ടാണ് കാണുന്നത്. നിങ്ങളൊരു മെറ്റൽ റോഡ് എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചൂടാക്കുന്ന ഭാഗത്തേക്ക് മോളിക്യൂൾസ് കൂടുതൽ വേഗത്തിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയും അവിടെ കൂടുതൽ ഡിസോർഡേഡ് ആവുകയും ചെയ്യുന്നു എന്ന് കാണാം. അങ്ങനെ എൻട്രോപ്പിയുടെ പ്രോസസ്സ് എപ്പോഴൊക്കെ ഹീറ്റ് നിങ്ങൾ അകത്തേക്ക് കൊടുക്കുന്നോ ആ ഹീറ്റ് ഗെയിനിൻ്റെ ഭാഗമായിട്ട് അവിടെ കൂടുതൽ ഡിസോർഡറാണ് ഉണ്ടാകാൻ പോകുന്നത്. അല്ലെങ്കിൽ എൻട്രോപ്പി എന്ന് പറയുന്നത് മെഷർ ഓഫ് ഡിസോർഡർ ആണ് എന്ന് നമുക്ക് പറയാം. എൻട്രോപ്പിക്ക് മറ്റൊരു കണക്ഷൻ ഉള്ളത് അവൈലബിൾ എനർജിയുമായിട്ടാണ്. അതായത് യൂസ്ഫുൾ വർക്കിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള എനർജി. യൂസ്ഫുൾ വർക്ക് നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. കാർനോട്ട് സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് ഹീറ്റിൽ നിന്നും ഔട്ട്പുട്ട് ഹീറ്റ് കുറച്ച് കഴിഞ്ഞാൽ, റിജക്ട് ചെയ്യപ്പെടുന്ന ഹീറ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും യൂസ്ഫുൾ വർക്ക്. അപ്പോൾ നമുക്കതിനെ സ്ലൈറ്റ്ലി റീഅറേഞ്ച് ചെയ്ത് Q1 - Q2/Q1 എന്ന് എഴുതാം. Q1 - Q2/Q1 × Q1 എന്ന് എഴുതാം. Q1 - Q2/Q1 ഒരു റിവേഴ്സിബിൾ സൈക്കിളിനെ, ഒരു കാർനോട്ട് സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു T1 - T2/T1 × Q1. അല്ല, നമുക്കറിയാം യൂസ്ഫുൾ വർക്ക്, according to this equation, useful work is dependent on the temperature difference. അല്ലേ? എനർജി അവൈലബിൾ ഫോർ യൂസ്ഫുൾ വർക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. പക്ഷെ നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ചർച്ച ചെയ്തിരുന്നു, എപ്പോഴും നമ്മളൊരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സംഭവിക്കുക, അതിൽ കൂടിയ ടെമ്പറേച്ചറുള്ള ഭാഗത്തു നിന്നും കുറഞ്ഞ ടെമ്പറേച്ചറുള്ള ഭാഗത്തേക്ക് ഹീറ്റ് ഒഴുകി ആ ഹീറ്റ് ഡിഫറൻസ് നള്ളിഫൈ ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും നേച്ചറിൻ്റെ ബേസിക് പ്രോപ്പർട്ടി അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ടെമ്പറേച്ചർ ഡിഫറൻസ് കുറച്ച് കൊണ്ടുവരാനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇഫ് ദ യൂസ്ഫുൾ വർക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇൻ നേച്ചർ, ഇഫ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ടെൻഡ്സ് ടു കം ടു എ മിനിമം, നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സിലെ അവൈലബിൾ എനർജി കുറഞ്ഞു വരാനാണ് എപ്പോഴും ശ്രമിക്കുക. അവൈലബിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. എനർജി ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ ഡൂയിങ്
യൂസ്ഫുൾ വർക്ക് എപ്പോഴും കുറഞ്ഞു വരും. ഇതൊരു ബേസിക് ലോ ഓഫ് നേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും 100% എഫിഷ്യൻസി ഒരിക്കലും സാധിക്കില്ല. അവൈലബിൾ എനർജി കുറഞ്ഞു വരാനാണ് എപ്പോഴും അതിൻ്റെ ട്രെൻഡ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സ്റ്റേറ്റ് ചേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം അല്ലെങ്കിൽ PV ഡയഗ്രാം വരച്ചു. എന്നാൽ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് റുഡോൾഫ് ക്ലോഷ്യസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് മുന്നോട്ട് വെക്കുന്നത്. ആ ഐഡിയ മുമ്പോട്ട് വെച്ചതിന് ശേഷം എൻട്രോപ്പി എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു തരം ഇൻഡിക്കേറ്റർ ഡയഗ്രാം കൂടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ TS ഡയഗ്രാം അല്ലെങ്കിൽ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാർനോട്ട് സൈക്കിളാണ്. AB എന്ന് പറയുന്ന ഐസോതെർമൽ, CD എന്ന് പറയുന്ന മറ്റൊരു ഐസോതെർമൽ, BC എന്ന് പറയുന്ന അഡിയബാറ്റിക്, DA എന്ന് പറയുന്ന അഡിയബാറ്റിക്. ഇവിടെ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് നമുക്ക് ടെമ്പറേച്ചറിൻ്റെയും എൻട്രോപ്പിയുടെയും ടേംസിൽ എഴുതാം. അതായത് ABCD എന്നിവ A to B വരെയുള്ള ടെമ്പറേച്ചറും എൻട്രോപ്പിയും ചേഞ്ച് എങ്ങനെയാണ്, B to C, C to D, D to A എങ്ങനെ. ഇവിടെ പ്രഷറും വോളിയവും മാറുന്നതാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ടെമ്പറേച്ചറും എൻട്രോപ്പി മാറുന്നതാണെങ്കിൽ ആ പ്രോസസ്സ് ഇങ്ങനെ മാറുമെന്ന് കാണാം. നമുക്ക് അറിയാമല്ലോ, ടെമ്പറേച്ചർ ആണ് പ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ AB ഈസ് എൻ ഐസോതെർമൽ പ്രോസസ്, അപ്പോൾ അതുകൊണ്ടൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. BC ഈസ് എൻ അഡിയബാറ്റിക് പ്രോസസ്, അപ്പോൾ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്, ഐസെൻട്രോപിക് പ്രോസസ്സാണ്, അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ABCD ബിക്കംസ് എ റെഗുലർ റെക്റ്റാങ്കിൾ. അപ്പോൾ നമുക്ക് കാണാം AB എന്ന് പറയുന്നത് T1 ടെമ്പറേച്ചറിനെ സൂചിപ്പിക്കുന്നു, CD എന്ന് പറയുന്നത് T2 ടെമ്പറേച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, BC എന്ന് പറയുന്നത് S2 എന്ന് പറയുന്നത് എൻട്രോപ്പി സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, DA എന്ന് പറയുന്നത് S1 എന്ന് പറയുന്നത് എൻട്രോപ്പി ചേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന ഭാഗമൊക്കെ നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം. ABയിലാണ് ഹീറ്റ് Q1 അബ്സോർബ് ചെയ്യപ്പെടുന്നത്, CD-യിലാണ് ഹീറ്റ് Q2 റിജക്റ്റ് ചെയ്യപ്പെടുന്നു. ഇത് PV ഡയഗ്രത്തേക്കാൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള മറ്റ് പല കാര്യങ്ങളിലും നമുക്ക് എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡയഗ്രമാണ് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഈ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൻ്റെ ഏരിയയിൽ നിന്ന് എന്താണ് കണ്ടെത്തുന്നത് കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. നമുക്ക് ഈ റെക്റ്റാങ്കിൾ പരിശോധിച്ചാൽ ഒരു കാര്യം പിടികിട്ടും. S2 - S1, ഈ S2 - S1 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു Q1 - T1, ഓർ ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ അറിയാം, ഈ രണ്ട് അഡിയബാറ്റിക്കുകൾക്കും ഇടയിൽ അല്ലെങ്കിൽ ഈ രണ്ട് ഐസോതെർമലുകളുടെയും എൻഡ് പോയിന്റുകൾ എന്ന് പറയുന്നത് S1, S2 എന്നിവയാണ് അല്ലേ. അപ്പോൾ ഈ ഐസോതെർമലിനെ സംബന്ധിച്ചിടത്തോളം Q1 / T1 വിൽ ബി S2 - S1. ഈ ഐസോതെർമലിനെ സംബന്ധിച്ചിടത്തോളം Q2 / T2 വിൽ ബി ഈക്വൽ ടു S2 - S1. ഇത് രണ്ട് റിവേഴ്സുകളാണെന്ന് ശ്രദ്ധിക്കണം. ഇവിടെ Q2 നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ ഈ പ്രോസസ്സ് നടക്കുന്നത് S1 - S2ലേക്കാണെന്നാണ്. അപ്പോൾ S1 - S2 എന്നുള്ളത് -Q2 ക്യാൻസൽ ചെയ്യുമ്പോഴാണ് S2 - S1 Q2 / T2 ആവുന്നത്. ഇനി A/B is equal to C/D ആണെന്നുണ്ടെങ്കിൽ that ratio will be equal to A - C by B - D എന്നറിയാം അല്ലേ. അത് ബേസിക് മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ Q1 / T1 is equal to Q2 / T2 ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് റേഷ്യോയും Q1 - Q2 / T1 - T2 എന്ന് പറയുന്ന റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഏരിയ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. ഈ AB × BC ആയിരിക്കും ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. AB എന്ന് പറയുന്നത് T2 - AB എന്ന് പറയുന്നത് S2 - S1 ആണ്. അതുപോലെ BC എന്ന് AD എന്ന് പറയുന്നത് S2 - S1 ആണ്. അപ്പോൾ ഇവിടുന്ന് കാണാമല്ലോ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് T1 - T2 ഇൻറ്റു S2 - S1. ഈ S2 - S1 എന്താണ്, നമ്മളിത് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്, Q1 - Q2 / T1 - T2. അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് AB × AD ഈസ് ഈക്വൽ ടു, ഓർ ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ TS ഡയഗ്രാം ഈസ് ഈക്വൽ ടു Q1 - Q2. Q1 - Q2 എന്താണെന്ന് ഓർമ്മയുണ്ടാവും, ദാറ്റ് ഈസ് ദ ഈക്വൽ ടു ദ വർക്ക് ഡൺ. ഇനിഷ്യൽ ഇൻപുട്ട് ഹീറ്റും റിജക്റ്റഡ് ഹീറ്റും തമ്മിലുള്ള ഡിഫറൻസ് വിൽ ബി യൂസ്ഡ് ഫോർ ഡൂയിങ് വർക്ക് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ PV ഡയഗ്രത്തിനെ പോലെ തന്നെ TS ഡയഗ്രത്തിൻ്റെയും എൻക്ലോസ്ഡ് ഏരിയ റെപ്രസെൻറ്റ്സ് ദ വർക്ക് ഡൺ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി എൻട്രോപ്പിയുടെ ടേംസിൽ സെക്കൻഡ് ലോ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. എവറി ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ് ഇൻ നേച്ചർ ടേക്സ് പ്ലേസ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ ടോട്ടൽ എൻട്രോപ്പി ഇൻക്രീസസ്. മറ്റൊരു രീതി പറഞ്ഞാൽ എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് ടെൻസ് ടു എ മാക്സിമം. നമ്മൾ ഇതുവരെ പറഞ്ഞ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ എൻട്രോപ്പി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ടേംസിൽ റീസ്റ്റേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് കൂടുതൽ പോപ്പുലർ ആയിട്ട് നമ്മൾ പറയപ്പെടുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ എൻട്രോപ്പിയുടെ ടേമിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കുറച്ചുകൂടി രസകരമായിട്ട് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചില എക്സാമ്പിൾസ് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഈ വീഡിയോയുടെ മുകളിൽ ലിങ്കായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ. ഇനി പല പ്രോസസ്സുകളിലുള്ള എൻട്രോപ്പി ചേഞ്ച് എങ്ങനെയാണ് എന്നൊന്ന് പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. വാട്ട് അബൌട്ട് ആൻ എൻട്രോപ്പി ചേഞ്ച് ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്? ഐസോതെർമൽ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ΔQ is equal to PdV. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അല്ലേ. ΔQ is equal to PdV + dU എന്ന് പറയുന്ന ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ
ഐസോതെർമൽ പ്രോസസ്സിൽ ഇന്റേണൽ എനർജി ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു പി ഡി വി. അതേസമയം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷനിൽ ഡെൽറ്റ ക്യൂ ബൈ ടി ആണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്നുണ്ടെങ്കിൽ ഇവിടെ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ടി ഡി എസ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി ഡി എസ് ഈക്വൽ ടു പി ഡി വി എന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ട് സ്റ്റേറ്റുകൾക്കിടയിലുള്ള ചേഞ്ച് ആണ്. S1 ഫസ്റ്റ് സ്റ്റേറ്റ് മുതൽ സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് പ്രോസസ്സ് സംഭവിക്കുമ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി വിൽ ബി ഇന്റഗ്രൽ S1 to S2 ds and the right side will become integral V1 to V2 PdV. കാരണം ഇവിടെ വോളിയമാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി ഈ പി ഡി വിയിലേക്ക് നമ്മൾ നേരത്തെ പല ഘടകങ്ങളിലും ഡെറിവേഷൻ ഉപയോഗിച്ചതുപോലെ പി വി ഇസ് ഈക്വൽ ടു ആർ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചത് ഇന്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് S2 - S1 ഈസ് ഈക്വൽ ടു ആർ ലോഗ് V2 by V1. അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് ഇൻ ഐസോതെർമൽ പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫൈനൽ ആൻഡ് ഇനിഷ്യൽ വോളിയംസ് എന്ന് നമുക്ക് കാണാം. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ ടേം എപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത്. എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആകണം. ആ പോസിറ്റീവ് ക്വാണ്ടിറ്റി അവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ V2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ V1. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന എക്സ്പാൻഷൻ പ്രോസസ്സുകളിൽ എൻട്രോപ്പി പോസിറ്റീവ് ആയിരിക്കും, എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആയിരിക്കും. വോളിയം ഡിക്രീസ് ചെയ്യുന്ന കംപ്രഷൻ പ്രോസസ്സുകളിൽ എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കും. ഇതിലേതാണ് സ്വാഭാവികമായിട്ട് നടക്കുന്നത്? ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ട് നടക്കുന്നത്. കാരണം ആ എക്സ്പാൻഷൻ സംഭവിക്കുമ്പോഴാണ് എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആകുന്നത്. യൂണിവേഴ്സിൽ സ്വാഭാവികമായി നടക്കുന്ന എല്ലാ പ്രോസസ്സുകളിലും എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്യാസ് താനെ എക്സ്പാൻഡ് ചെയ്യുകയും അതിനെ കംപ്രസ് ചെയ്യാൻ വെളിയിൽ നിന്ന് നമുക്ക് സഹായം വേണ്ടി വരികയും ചെയ്യുന്നതെന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് എൻട്രോപ്പി പോസിറ്റീവ് ആകുന്നത്. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി എല്ലാ നാച്ചുറൽ പ്രോസസ്സുകളും എൻട്രോപ്പി കൂടുന്ന ഡയറക്ഷനിലാണ് സംഭവിക്കുക. ഇനി ഒരു ഫേസ് ചേഞ്ച് നടക്കുമ്പോൾ, ഒരു മെറ്റീരിയൽ മറ്റൊരു ഫേസിലേക്ക് മാറുമ്പോൾ, നമ്മളത് ലേറ്റന്റ് ഹീറ്റിൻ്റെ രൂപത്തിലൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫേസ് ചേഞ്ചിൽ എങ്ങനെയാണ് എൻട്രോപ്പി ചേഞ്ച് നമുക്ക് നോക്കാം. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ഫോർ ഫേസ് ചേഞ്ച് നമുക്കറിയാം. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു M into L, മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻറ്റു ദ ലേറ്റന്റ് ഹീറ്റ്. ഈ ലേറ്റന്റ് ഹീറ്റ് സോളിഡ് ടു ലിക്വിഡ് ട്രാൻസ്ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് നമ്മൾ പറയും. ലിക്വിഡ് ടു വേപ്പർ ആണെന്നുണ്ടെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. ഫേസ് ചേഞ്ച് അങ്ങനെ പല രീതിയിൽ സംഭവിക്കാം. ഇവാപറേഷൻ ആവാം, കണ്ടൻസേഷൻ ആവാം, മെൽറ്റിംഗ് ആവാം, ഫ്രീസിംഗ് ആവാം. അപ്പോൾ ഈ ലേറ്റന്റ് ഹീറ്റ് ഏതാണെന്നുള്ളത് ഈ ഒരു മെറ്റീരിയൽ ഏത് സ്റ്റേറ്റിൽ നിന്നും മറ്റേത് സ്റ്റേറ്റിലേക്കാണ് മാറുന്നതെന്നനുസരിച്ചിട്ട് മാറും. പക്ഷേ ഏത് ഫേസ് ചേഞ്ചിനും കോമൺ ആയിട്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു mL/T. ഈ ടി എന്ന് പറഞ്ഞാൽ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഫേസ് ചേഞ്ച് ഹാപ്പൻസ് എന്നായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് സോളിഡ് ടു ലിക്വിഡ് ആണെങ്കിൽ ടി വിൽ ബി മെൽറ്റിംഗ് പോയിന്റ്, ലിക്വിഡ് ടു വേപ്പർ ആണെങ്കിൽ ടി വിൽ ബി ബോയിലിംഗ് പോയിന്റ്. ആ കാര്യം ശ്രദ്ധിച്ചു വെച്ചേക്കുക. സോ ദിസ് ഈസ് ദ എൻട്രോപ്പി ചേഞ്ചിന് ഫേസ് ചേഞ്ച്. ഇനി ഒരു മെറ്റീരിയലിന് ഫേസ് ചേഞ്ച് ഇല്ലാതെ അതിൻ്റെ ടെമ്പറേച്ചർ ഉയരുകയാണെന്ന് കരുതുക. ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് റൈസിംഗ് വിത്തൗട്ട് എ ഫേസ് ചേഞ്ച്, അപ്പോൾ നമുക്ക് ജനറൽ ഇക്വേഷൻ അറിയാം. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ഫോർ എ റൈസിംഗ് എ ടെമ്പറേച്ചർ ബൈ dt ഡിഗ്രി വഴി ടെമ്പറേച്ചർ ഉയർത്തുന്നതിന് നിങ്ങൾക്ക് വേണ്ട ഹീറ്റ് എന്ന് പറയുന്നത് dq is equal to the mass of the substance, c the specific heat capacity of the substance, and dt is the change in temperature. അപ്പോൾ ഡെൽറ്റ ds അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി dq/t ആണ്. It can be written as mc/dt/t. അപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ T1 കെൽവിനിൽ നിന്നും T2 കെൽവിനിലേക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര എൻട്രോപ്പി ചേഞ്ച് വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഇക്വേഷനെ നേരിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ് വിൽ ഗെറ്റ് S2 - S1 ഈസ് ഈക്വൽ ടു MC log E T2/T1. അപ്പോൾ ഇത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെയും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയും ടെമ്പറേച്ചർ ഡിഫറൻസിനെയും നേരിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. ഇനി പൊതുവിൽ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കാൽക്കുലേറ്റ് ദ എൻട്രോപ്പി ചേഞ്ച് വെൻ ഐസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുക എന്ന് പറഞ്ഞ ജോലി മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഐസ് സ്റ്റീമായിട്ട് കമ്പയർ, അതായത് നീരാവിയാക്കാൻ പോകുമ്പോൾ, ഐസ് കെട്ടെ നമ്മൾ നീരാവിയാക്കുമ്പോൾ പല പ്രോസസ്സുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഒന്ന്, ഐസിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കും നമുക്കറിയാം, അല്ലെങ്കിൽ 273 കെൽവിന് താഴെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഐസിനെ ചൂടാക്കുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പല പ്രോസസ്സുണ്ട്. നിങ്ങൾ ചൂടാക്കുന്ന പ്രോസസ്സുണ്ട്, ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടുള്ള ഫേസ് ചേഞ്ച് ഉണ്ട്, അങ്ങനെ പല പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഐസ് എന്ന് പറയുന്ന സോളിഡിനെ ഒരു -ഡിഗ്രിയിൽ നിന്നും 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്യണം. സോ ദർ ഈസ് എ ഹീറ്റിംഗ് ഓഫ് ഐസ് ഇൻവോൾവ്ഡ്. അത് കഴിഞ്ഞിട്ട് 0 ഡിഗ്രി സെൽഷ്യസിലാവുമ്പോൾ ഐസ് വിൽ മെൽറ്റ് ഇൻ ടു ലിക്വിഡ് വാട്ടർ. സോ ദർ ഈസ് എ ഫേസ് ചേഞ്ച്. ഇനി ആ ലിക്വിഡ് വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന ലിക്വിഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്ത് നിങ്ങൾക്ക് 100 ഡിഗ്രി സെൽഷ്യസ് വരെ വെള്ളത്തെ ചൂടാക്കണം. അപ്പോൾ ദർ ഈസ് എ ഹീറ്റിംഗ് ഓഫ് ലിക്വിഡ് ടു 373 കെൽവിൻ.
അത് കഴിഞ്ഞിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന വെള്ളത്തെ പിന്നെയും നിങ്ങൾ ചൂടാക്കി ആ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പറാക്കി മാറ്റുന്നു. അങ്ങനെ 4 പ്രോസസ്സുകൾ ഇവിടെ അടങ്ങിയിട്ടുണ്ട്. ഈ 4 ടൈപ്പ് പ്രോസസ്സിന് എങ്ങനെയാണ് എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാകുന്നത് നമ്മൾ ഇതുവരെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഹീറ്റിംഗ് ഓഫ് ഐസിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് MCS log 273/T1, അതായത് T2/T1 നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് കണ്ട ഇക്വേഷനാണ്. ഇവിടെ T2 എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ്. 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഐസിനെ ഹീറ്റ് ചെയ്യുന്നു. ഇവിടെ CS എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ സോളിഡ് ആണ്, ഐസിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. ഇനി മെൽറ്റിംഗ് പ്രോസസ്സിൽ ഫേസ് ചേഞ്ച് ആണ് MLF/273. LF സ്റ്റാൻഡ്സ് ഫോർ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇനി ഇവിടെ ലിക്വിഡിനാണ് ഹീറ്റ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി CL ആണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ലിക്വിഡ് വാട്ടർ. ഈ CLഉം CSഉം വേറെ വേറെയാണ്. ഐസിനെയും വാട്ടറിനെയും നിങ്ങൾക്ക് ഒരേ ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ഡിഫറൻറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി പറയാൻ എളുപ്പമാണ്. 0 ഡിഗ്രിയിലുള്ള ഐസിനെയാണ് നിങ്ങൾ വെള്ളത്തെയാണ് നിങ്ങൾ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമാക്കി മാറ്റുന്നത്. So the final temperature is 373 Kelvin and initial temperature was 273 Kelvin. ഇനി ഈ 373 ഡിഗ്രി കെൽവിൻ എന്ന് പറയുന്ന ടെമ്പറേച്ചർ വെച്ച് നിങ്ങൾ വെള്ളത്തെ വേപ്പറാക്കി മാറ്റുന്നു. സോ ദ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ പകരം ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ കൺവേർട്ടിംഗ് ഐസ് ടു സ്റ്റീം ആൻഡ് ദ അസോസിയേറ്റഡ് എൻട്രോപ്പി ചേഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ തെർമോഡൈനാമിക്സിൻ്റെ ഡിസ്കഷൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്താൽ നമുക്ക് അവിടെ ഡിസ്കഷൻ ആവാം. താങ്ക് യു.